ശ്രീ തോമസ് കെ തോമസ്, അങ്ങേക്ക് 10 മിനിറ്റ്. സാർ, ഈ ധനാഭ്യർത്ഥനയെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. സാർ, ഇന്നത്തെ ധനാഭ്യർത്ഥനകൾ പ്രധാനമായും 2 മന്ത്രിമാരുടെ വകുപ്പിലുള്ളതാണ്. സാർ, ആദ്യമായിട്ട് എനിക്ക് സംസാരിക്കാനുള്ള മന്ത്രി എന്ന നിലയിൽ ഇവരുടെ മാതൃക എല്ലാവരും പിന്തുടരണം എന്നുള്ള റിക്വസ്റ്റാണ് എനിക്കുള്ളത്. സാർ, റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ എനിക്ക് വ്യക്തിപരമായി ഏറ്റവും അടുപ്പമുള്ള മന്ത്രിയും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു മന്ത്രിയുമാണ് അദ്ദേഹം. കാരണം അപ്പം ചോദിക്കും മറ്റുള്ള മന്ത്രിമാരെ ഒന്നും ഇഷ്ടമല്ലെന്ന്. ഞാൻ പറഞ്ഞു ഇന്നത്തെ മന്ത്രിയുടെ 2 മന്ത്രിമാരുടെ പ്രത്യേകതയാണ് എടുത്ത് പറയുന്നത്. എല്ലാ 21 മന്ത്രിമാരും നമുക്ക് പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും തന്നെയാണ്. സാർ, നമ്മളൊരാവശ്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ ആ ആവശ്യം പരിഗണിക്കുകയും അതിനോടൊപ്പം വളരെ സൗമ്യമായും ആ കാര്യങ്ങൾക്കൊരു തീർപ്പുണ്ടാകുന്നവരെ ഫോളോ അപ്പ് ചെയ്യുകയും ആ വിഷയം കളക്ടറേറ്റിലെങ്കിൽ കളക്ടറേറ്റിൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും അതിന് നമുക്കൊരു മറുപടി മേടിച്ചു തരുന്നിടം വരെയും അത് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മന്ത്രിയാണ് പ്രിയങ്കരനായ റവന്യൂ മന്ത്രി. സാറ്, അങ്ങേക്ക് ഉൾപ്പെടെ ഇവിടെ എല്ലാവർക്കും അറിയാം, എൻ്റെ സ്ഥലം കുട്ടനാടാണ്. കുട്ടനാട് പറയാതെ ഇരിക്കുക എന്നുള്ളത് എന്നെക്കുറിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം കുട്ടനാട്ടിൽ ജനിച്ച് കുട്ടനാട്ടിൽ വളർന്നൊരു വ്യക്തിയാണ്. ഞങ്ങൾ ഏറ്റവും അധികം പ്രയാസപ്പെടുത്തുന്നത് ശരിക്കും പട്ടയമാണ്. സാർ, ഈ വിഷയം കഴിഞ്ഞ കുറേ കാലങ്ങളായി പട്ടയം ലഭിക്കാതെ ഒരുപാട് ആൾക്കാർക്ക് തക്ക സമയത്ത് പട്ടയം കൊടുക്കുവാനും അവരുടെയൊക്കെ സന്തോഷവും അവരെയൊക്കെ ചേർത്ത് നിർത്തി അവരോട് ചോദ്യം ചോദിക്കുമ്പോൾ ഇത് 15 വർഷമായി 12 വർഷമായി 10 വർഷമായി പട്ടയം കിട്ടാതിരിക്കുന്ന അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായിട്ട് പട്ടയം കൊടുത്തപ്പോൾ അവരുടെ ആ ഉള്ളിലെ സന്തോഷം അവരെടുത്ത് കാണിക്കുകയുണ്ടായി. സാർ, അങ്ങനെ ഒരു മന്ത്രി വളരെ നല്ല രീതിയിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ എന്നോട് തന്നെ വിളിക്കും, ചേട്ടാ എന്ന സാറിനെ എന്നെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് അദ്ദേഹം പറയും, എന്തെങ്കിലും സംവിധാനം എൻ്റെ ഭാഗത്തുനിന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയണം, അറിയിക്കണം. സാർ, അങ്ങനെ വികസനത്തിന്, കാരണം മനുഷ്യന് ആശ്വാസം കൊടുക്കുന്നതല്ലേ വികസനം. വികസനം എന്ന് പറയുന്നത് കേരളത്തിൽ കൊണ്ടുവരുന്നത് ഒരു പാർട്ടി മാത്രമല്ല, എല്ലാ പാർട്ടികളും കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെയൊന്നും ആരും കുറച്ച് കാണിക്കുന്നില്ല. അതിനെയൊക്കെ എപ്പോഴും ഹൈലൈറ്റ് തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ മനുഷ്യർക്ക് നല്ല രീതിയിൽ, ഉപയോഗപ്രദമായ രീതിയിൽ, ഉപകാരപ്രദമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. അതാണ് വേണ്ടത്. സാർ, ഇവിടുത്തെ ചർച്ചയല്ല ഞാൻ ഇവിടുന്ന് പോകാതെ തന്നെ ഇരുന്ന് കേട്ടൊരു വ്യക്തിയാണ്. 2 കൂട്ടരുടെയും, ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും കേട്ട്. സാറ്, പലരും കുറ്റം പറയാനായിട്ടാണ് കൂടുതൽ സമയം കണ്ടെത്തുന്നത്. അവരുടെ പാർട്ടിയുടെ കാര്യങ്ങൾ പറയാനാണ് കൂടുതൽ സമയം കണ്ടെത്തുന്നത്. അങ്ങനെയല്ല സാർ, വികസനത്തെക്കുറിച്ച് എത്ര പേർ ഇവിടെ പ്രസംഗിക്കുന്നു സാർ, അതൊന്ന് നോട്ട് ചെയ്യണമെന്ന് പ്രിയങ്കരനായ സ്പീക്കറോട് എനിക്ക് പറയാനുണ്ട്. എന്താണ് വികസനം, ഏത് രീതിയിൽ ചെയ്യണം, എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യന് അത് ഉപകാരപ്രദമായി വരും എന്ന് എത്ര പേര് പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെയൊന്ന് വിലയിരുത്തുന്ന എപ്പോഴും നല്ലതായിരിക്കും. എന്തോ ഇഗ്നോർ ചെയ്തോ കമന്റ്സ് ഇഗ്നോർ ചെയ്തോ, സമയം പോകും. ഓക്കെ സാർ, എനിക്ക് 2 മിനിറ്റ് കൂടുതലുള്ളതുകൊണ്ടുള്ള വിഷമത്തിലായിരിക്കും എന്തെങ്കിലുമൊക്കെ അവർ പറയുന്നത്. സാർ, എനിക്ക് പറയാനായിട്ടുള്ളത്, അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ വിഷയം ഇതാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ വികസനം കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഏതൊക്കെ രീതിയിൽ അത് അപ്ലൈ ചെയ്യാൻ സാധിക്കും, ഏതൊക്കെ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ 140 MLA-മാരുണ്ട് ഇവിടെ. അത് മുഖ്യമന്ത്രി മുതൽ താഴെത്തട്ടിൽ വരെ ഞാൻ വരെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ MLA-മാരായിട്ടാണല്ലോ ആ പോസ്റ്റിലേക്ക് വരുന്നത്. അപ്പം നമ്മുടെ മണ്ഡലത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? സാർ, എനിക്ക് ഏറ്റവും അധികം സന്തോഷം PWD മിനിസ്റ്ററെ കുറിച്ചുള്ളത്. കാരണം പ്രിയങ്കരനായ G. സുധാകരൻ അവറുകളായിരുന്നതിന് മുമ്പേ PWD മിനിസ്റ്റർ, അദ്ദേഹം ഒരുപാട് പാലങ്ങൾ ഞങ്ങൾക്ക് തന്നു. അതിനുശേഷം പ്രിയങ്കരനായ മുഹമ്മദ് റിയാസാണ് PWD മിനിസ്റ്ററായിട്ട് വരുന്നത്. കുട്ടനാട്ടിൽ പല പ്രാവശ്യം വന്ന് അദ്ദേഹം സന്ദർശിച്ചു, പല ഐഡിയകളും നമുക്ക് തന്നു, ഇത് ഇങ്ങനെ പോയാൽ നല്ലതാണ്. സാർ, എൻ്റെ പ്രദേശമായ കുട്ടനാട്ടിൽ നീലംപേരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രത്യേകമായ റോഡ് അദ്ദേഹം തന്നു. അതൊരു ബണ്ട് റോഡാണ്, ശരിക്കും കണ്ടത്തിൻ്റെ നടുക്കൂടെ പോകുന്ന റോഡ്. അതിൻ്റെ ആകാശ വ്യൂ എടുത്തിട്ട് അത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ തന്നെ അതിനെ പ്രദർശിപ്പിച്ചു. കാരണം അതിൻ്റെ ഭംഗിയും ഇതും കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പ്രസംഗത്തിൽ പറഞ്ഞു, ഇനി അങ്ങോട്ടുള്ളവർക്ക് MLA ഫണ്ട് കൊടുത്ത് MLA അത് ചെയ്യണമെന്ന് പറഞ്ഞു. അന്നത്തെ പ്രസംഗത്തിൽ ഞാൻ തന്നെ പറഞ്ഞു, അടുത്ത 25 ലക്ഷം രൂപ ഈ വർക്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി തരുന്നത് 2 കോടി രൂപ. സാർ, ഇതൊന്നും കുട്ടനാടിന് സ്വപ്നം കാണാനൊക്കാത്ത കാര്യങ്ങളാണ്. അതിനേക്കാൾ ഒരു ഏറ്റവും നല്ല രീതിയിൽ
അതിനെയൊക്കെ ഒന്ന് മികവോടെ കൊണ്ടുവരാൻ തക്കവണ്ണം നമുക്ക് കൈത്താങ്ങൽ തന്നിരിക്കുന്ന ഒരു മന്ത്രി, അത് പ്രിയപ്പെട്ട മുഹമ്മദ് റിയാസ് തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ സാർ. ഓരോ കാര്യങ്ങളും അത് വിലയിരുത്തുകയും അദ്ദേഹത്തിൻ്റെ ഓഫീസ് അത് നമ്മളോട് അന്വേഷിക്കുകയും അത് എവിടം വരെയായി എന്ന് നമുക്ക് നല്ല രീതിയിൽ അന്വേഷിച്ച് അതിന് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം തരികയും ചെയ്യുന്നു സാർ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പടഹാരം പാലം എന്ന് പറയുന്നൊരു പാലം കുട്ടനാട്ടിലുണ്ട് സാർ. സാറിന് സമയമുണ്ടെങ്കിൽ വന്നൊന്ന് കാണുന്നതല്ലായിരിക്കും. ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പാലം. ആദരണീയനായ എൻ്റെ സഹോദരൻ തോമസ് ചാണ്ടി MLA ആയിരുന്നപ്പോൾ അന്ന് ഇവിടുത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി സുധാകരൻ അതൊരു അനുവദിച്ചു തന്ന പാലമാണ് സാർ. ആ പാലത്തിലൊന്ന് കയറി നിന്നതിൻ്റെ വ്യൂ ഒന്ന് കാണണം സാർ. ഇത്രയും നല്ല സംവിധാനം സാർ ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട്? അത് സത്യത്തിൽ കർത്താവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷമാണ് കുട്ടനാടിന് കൈത്താങ്ങൽ തന്നത്, കുട്ടനാടിന് ഉയർത്തിയത് സാർ. ഇത് മറന്നൊരു വാക്ക് പറയാൻ നമുക്ക് പറ്റത്തില്ല സാർ. ആ രീതിയിൽ ഓരോ വർക്കുകളും ഇപ്പം കൊണ്ടോട്ടി MLA ഇവിടെ പറഞ്ഞു ആകെ എനിക്ക് 17 കോടി രൂപ കിട്ടും സാർ. അത് ഞാനും ഞെട്ടിപ്പോയി. കാരണം ഇവിടെ അതിനു മുമ്പ് സംസാരിച്ച ലത്തീഫ് MLA മഞ്ചേരി MLA പറഞ്ഞു ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും രണ്ടായിട്ടാണ് കാണുന്നത്, ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകാൻ. എൻ്റെ സാർ അങ്ങനെയൊന്നും ഇവിടെ ഒരു ഇടതുപക്ഷമോ വലതുപക്ഷമോ ഒന്നുമില്ല. ഇവിടെ MLA മാരേ ഉള്ളൂ. ഇതൊരു ഭവനമാണ്, ഇത് നിയമസഭയാണ്. എല്ലാവരെയും ഒരുപോലെ കണ്ട് കൈത്താങ്ങൽ കൊടുത്താണ് മുന്നോട്ട് പോകുന്നത് സാർ. ഞാൻ ചോദിക്കുന്നത് ഈ വലതുപക്ഷം ഉള്ളിടത്ത് ഇടതുപക്ഷക്കാരും ഇല്ലയോ? അതുകൊണ്ടങ്ങ് തീരുവോ വിഷയം സാർ? ഞങ്ങളുടെ ആൾക്കാരും എല്ലായിടത്തും ജീവിക്കുന്നുണ്ടല്ലോ, അവർക്ക് കൈത്താങ്ങൽ കൊടുക്കണമല്ലോ. അങ്ങനെ ഒരു വേർതിരിവ് ഈ നിയമസഭയ്ക്കില്ല, ഈ ഗവൺമെൻറ്റിനില്ല. ഈ ഗവൺമെൻറ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റാണ്. നല്ല രീതിയിലുള്ള കൈത്താങ്ങൽ കൊടുക്കുന്നുണ്ട് സാർ. വികസനമാണ് നമുക്ക് ആവശ്യം. എന്താണ് സാർ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ വികസനം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം, നമുക്ക് സ്വന്തമായിട്ട് വഴികൾ വേണം വീട്ടിലോട്ട് വരാൻ, നമുക്ക് കുടിക്കാൻ വെള്ളം വേണം, ഇല്ലേ, നല്ല റോഡുകൾ വേണം. ഇപ്പം പറഞ്ഞല്ലോ BNBC പ്രിയങ്കരനായ ശ്രീനിജൻ ഇവിടെ പ്രസംഗിച്ചു. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു ഏതെല്ലാം റോഡുകൾ ഇവിടെ ഉണ്ടോ, പ്രത്യേകിച്ചും അദ്ദേഹം മണിയാശാൻ്റെ പേരെടുത്ത് തന്നെ പറഞ്ഞു ആ പ്രദേശത്ത് ഇത്രയും നല്ല റോഡുകൾ കൊണ്ടുവന്നു. അതുകൊണ്ട് നിങ്ങൾ കേരളം ഒന്ന് ചുറ്റി സഞ്ചരിക്കണം. നിങ്ങൾ കുറ്റം പറയാൻ മാത്രം ഇരിക്കാതെ മൊത്തം കേരളത്തിൽ എന്ത് ഈ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് സാർ. ഈ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? പ്രത്യേകിച്ചും PWD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് PWDന് കൊടുക്കാമെന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്തതിനകത്തുനിന്ന് എടുക്കാമെന്ന് ഇന്നുവരെയും ഈ ഗവൺമെൻറ് ചിന്തിച്ചിട്ടില്ല. PWD മിനിസ്റ്റർ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയുമല്ല. കാരണം എന്ത് PWDന് കൊടുക്കാം, ഏതൊക്കെ രീതിയിൽ സഹായിക്കാം, അതാണ് സാർ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത. അത് നിങ്ങൾ മറന്നു പോകരുതെന്ന് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ഗവൺമെൻറ്റിന് കൈത്താങ്ങലായിട്ടിരിക്കാനുള്ള സംവിധാനത്തിലേക്ക് പോകണം സാർ. എൻ്റെ പ്രദേശത്തെ കുടിവെള്ളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുട്ടനാട് 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് സാർ. അവിടെ കുടിക്കാൻ വെള്ളമില്ലെന്നുള്ള ഒരു സങ്കടകരമായ അവസ്ഥ. 500 കോടി രൂപയിലധികമാണ് ഈ ഗവൺമെൻറ് തന്നിരിക്കുന്നത്. അത് 9 ടെൻഡറായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ. ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട് സാർ. തണ്ണീർത്തട സംരക്ഷണ നിയമം എന്നൊരു നിയമം ഒരുപാട് പ്രാവശ്യം ഞങ്ങളുടെ ഈ വികസനത്തെ പുറകോട്ട് നയിച്ചിട്ടുണ്ട്. കാരണം അതിനൊരു പ്രത്യേക ഇളവ് തരണമെന്ന് ആരാധ്യനായ മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം കുട്ടനാടിനൊരു പ്രത്യേകത നോക്കത്തുള്ളൂ. വെറുതെ ഞങ്ങളുടെ കൃഷിക്കാരുടെ കാര്യം സാർ. ഞങ്ങളുടെ കൃഷിക്കാർ ഇന്നറിയാൻ നമുക്ക് നെല്ലെടുക്കാനായിട്ട് ഭയങ്കരധികം ബുദ്ധിമുട്ടുണ്ട്. ആരാധ്യനായ സിവിൽ സപ്ലൈസ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി, കൃഷി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി സാർ. സമയത്ത് നെല്ലെടുത്തേ ഒക്കത്തുള്ളൂ. ഇപ്പോൾ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ കൃഷി ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആൾക്കാരെ സഹായിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് എല്ലാ ഇച്ഛാശക്തിയോടും കൂടി സഹായിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് ആവശ്യമാകുന്ന എല്ലാ കൈത്താങ്ങലും കൊടുത്ത് മുന്നോട്ട് പോകണം എന്നാണ് സാർ എനിക്ക് പറയാനായിട്ടുള്ളത്. സാർ എല്ലാ ആൾക്കാർക്കും പട്ടയം കൊടുത്തു കഴിഞ്ഞു, നല്ല റോഡുകൾ വന്നു കഴിഞ്ഞു, കുടിവെള്ളം വന്നു കഴിഞ്ഞു, എല്ലാവർക്കും ഭവനം വന്നു കഴിഞ്ഞു. പല ആൾക്കാരെ മറന്നുപോയിട്ടുണ്ട്. എനിക്ക് പറയാനായിട്ടുള്ളത് സാർ, നിങ്ങളുടെ 19 MP മാരുണ്ട് കേന്ദ്രത്തിൽ, അവരോടൊന്ന് പറയണം വളരെ നല്ല രീതിയിൽ ഈ കിട്ടാനുള്ള പൈസയൊന്നും മേടിച്ചെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ. പൈസ ഇല്ലാതെ ഒരു വികസനവും കൊണ്ടുവരാനൊക്കത്തില്ല സാർ. എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് വരുന്ന സാമ്പത്തിക പരാജയം മൂലമാണ്. അതുകൊണ്ട് അതൊന്ന് മേടിച്ചെടുക്കാൻ നിങ്ങളുടെ ഒരു നല്ല സപ്പോർട്ട് ഉണ്ടാകണം. നമ്മുടെ കുടുംബത്തിലും പ്രശ്നം ഉണ്ടാകുന്നത് സാമ്പത്തികമായിട്ടുള്ള മാധ്യമം വരുമ്പോഴാണ് എന്ന് പറയുന്നത്. കേരളത്തിലും ഈ പ്രശ്നമുണ്ടാകുന്നത് നമുക്ക് കിട്ടാനുള്ള ലഭിക്കാതെ വരുമ്പോഴാണ്. അത് മേടിച്ചെടുക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് നമുക്ക്
ഒന്നിച്ച് പ്രവർത്തിക്കാം. അതിന് എല്ലാ രീതിയിലുള്ള പിന്തുണ നിങ്ങളുടെ ഭാഗത്തുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റിനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുകയാണ്.